സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാറിന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? 8ാം ക്ലാസ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത്, അല്ലെങ്കിൽ ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കും പോകാം മക്കളെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്യാസസ് സച്ച് ആസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഫോംസ്? ചോദ്യം ശ്രദ്ധിക്കൂ. ജീവജാലങ്ങളുടെ നിലനിൽപ്പിൽ നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളുടെ പ്രാധാന്യം എന്ത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്കത് പഠിച്ചിരിക്കണം, നിർബന്ധമായി പഠിച്ചിരിക്കണം. നമുക്ക് അതിന്റെ ആൻസേഴ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പ്ലാന്റ്സ് അല്ലെ, പ്രധാനമായിട്ടും നമുക്കറിയാം സസ്യങ്ങളാണ്. എന്താണ് അത് ചെയ്യുന്നത് നോക്കൂ. പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. നമുക്കറിയുന്നതാണ്, പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ പറയുന്ന പ്ലാന്റ്സുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സെക്കൻഡ് വൺ മക്കൾ നോക്കിയോളൂ. മാൻ ആൻഡ് അതർ ഓർഗാനിസം മേക്ക് യൂസ് ഓഫ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ മനുഷ്യനായാലും മറ്റുള്ള പ്രധാനപ്പെട്ട ജീവജാലങ്ങളായാലും ശ്വസനത്തിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്രധാനമായിട്ടും ഓക്സിജൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓക്സിജൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം മക്കളെ. എന്താണ് നൈട്രജൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നോക്കിയോളൂ. പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് നൈട്രജൻ ഫോർ ദിയർ ഗ്രോത്ത് ത്രൂ നൈട്രജൻ ഫിക്സേഷൻ. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യ വളർച്ചയ്ക്കായി നൈട്രജൻ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് മൂന്ന് പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ നൈട്രജൻ ആയിക്കോട്ടെ, ഈ വാതകങ്ങളൊക്കെ നമ്മുടെ ഈ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഉപയോഗപ്പെടുന്നത് ഈ രീതിയിലാണെന്നുള്ളതാണ്. അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചു വെച്ചുള്ള എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ നോക്കാം. നമുക്ക് ഇതിന്റെ മലയാളം കൂടി അവിടെ ഉണ്ട്. അപ്പൊ മക്കളെ എല്ലാവരും നോക്കണം കേട്ടോ. എന്റെ മലയാളം നോക്കണേ. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ശ്വസനത്തിന് മനുഷ്യനും മറ്റുള്ള ജീവജാലങ്ങളും ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നു. നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യങ്ങൾക്ക് വളർച്ചയ്ക്ക് എന്ത് ചെയ്യുന്നു? നൈട്രജൻ അവർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചോളാം. അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഗ്ലോബൽ വാർമിംഗ് ബിക്കംസ് ത്രെറ്റ് ടു ദ ലൈഫ് ഫോംസ് ഓഫ് ദി എർത്ത്. അല്ലെ, ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ടാണ്, ആഗോള താപനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ആഗോള താപനം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എർത്ത് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിന് നമ്മൾ ഭീഷണിയാവുന്നത് നമുക്ക് നോക്കാട്ടോ മക്കളെ. അപ്പൊ എല്ലാവരും നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. അല്ലെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞ് ഉരുകുന്ന സമയത്ത് എന്ത് ചെയ്യും? ജലനിരപ്പ് ഉയരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ് അല്ലെ. അപ്പൊ ധ്രുവ പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ ചൂട് കൂടുന്നതിനനുസരിച്ച് ധ്രുവ പ്രദേശങ്ങളിൽ മഞ്ഞ് ഉരുകുന്നു. അത് തുടർന്ന് എന്ത് ചെയ്യാണ്? നമുക്ക് ഈ പറയുന്ന ജലനിരപ്പ് എന്ത് ചെയ്യും? കൂടും. ജലനിരപ്പ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. കാരണം നമുക്കറിയാം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള എന്താണ്? ജലമാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ആ ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതിൽ തന്നെ മനുഷ്യന് താമസിക്കാൻ പറ്റുന്നത് വാസയോഗ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആകെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ലാൻഡ് ഏരിയ നമുക്ക് കുറച്ച് കുറവാണ്, കുറച്ചേ ഉള്ളൂ. നമുക്ക് കൂടുതലും നമുക്ക് ജലമാണുള്ളത്. അപ്പൊ ജലം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ എന്ത് ചെയ്യും? അവിടെ ചോദ്യം ചെയ്യപ്പെടും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് മക്കളെ നോക്കിക്കോളൂ. എല്ലാവരും നോക്കാം. ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം മേ ലെഡ് ടു ദ പ്രോബ്ലംസ് സച്ച് ആസ് ഫുഡ് ക്രൈസിസ്, ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ എക്സെട്ര. സമുദ്ര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, ഈ ഭക്ഷ്യ ദൗർലഭ്യം, അതുപോലെ തന്നെ വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതായത് ഇത്തരത്തിലേക്ക് വെള്ളം കൂടിക്കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, കോസ്റ്റൽ റീജിയനിലേക്ക് വെള്ളം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെയുള്ള എക്കോസിസ്റ്റം തന്നെ എന്ത് ചെയ്യും? തകരും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും? പ്രധാനമായിട്ടും ഫുഡ് ക്രൈസിസ് വരും, ഭക്ഷ്യ ദൗർലഭ്യം വരുന്നു. പിന്നെ അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? മറ്റു സ്ഥലങ്ങളിലേക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യും? പലായനം ചെയ്യും, അല്ലെങ്കിൽ മൈഗ്രേഷൻ ചെയ്യും, കുടിയേറ്റം സംഭവിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇനി നമുക്ക് നോക്കാം ലാസ്റ്റ് പ്രോബ്ലം എന്താ നോക്കാം. ഗ്ലോബൽ വാർമിംഗ് ലീഡ്സ് ടു ദ ഡിപ്ലീസിയേഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥയിലെ സസ്യ ജന്തുജാലങ്ങളുടെ നാശത്തിന് ഇത് വഴിവെക്കും. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഇന്ന് കാണുന്ന പല പ്രധാനപ്പെട്ട സസ്യ ജന്തുജാലങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പിന്നെ കണ്ടോളണം എന്നില്ല. കാരണം അവയൊക്കെ പ്രധാനപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഭീഷണി വരുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റ്. നിർബന്ധമായി മക്കളെ പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കുന്ന റെലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് നോക്കാം. ഇതിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. റെഡി അല്ലേ? അപ്പൊ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതിന്റെ മലയാളം നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്. മക്കൾ അത് ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ഇതിന്റെ മലയാളം കാണാട്ടോ. സമുദ്രനിരപ്പിലുള്ള നമ്മൾ ഇത് പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് നോക്കാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്:
ലിസ്റ്റ് ഔട്ട് ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാ വയലറ്റ് റേസ് ആണ്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ദോഷങ്ങൾ പട്ടികപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് നോക്കണം. അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ദോഷങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ മക്കളെ, ഒരു 5-6ഓളം പോയിന്റ്, ഏകദേശം ഒരു 7 പോയിന്റോളം നമുക്കുണ്ട്. ഇങ്ങനെ ഒരു ടേബിൾ, ഇങ്ങനെ ഒരു ഡയഗ്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിർബന്ധമായി അത് പഠിച്ചിരിക്കുക കേട്ടോ. അത് മിനിമം ഒരു 4 പോയിന്റ് എങ്കിലും മക്കൾ എന്ത് ചെയ്യണം, അത് പഠിച്ചിരിക്കണേ. നമുക്ക് നോക്കാം മക്കളെ, ഓരോന്നും നോക്കാം. പ്രധാനമായിട്ട് ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഒന്നാമത്തെ അറിയാം, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എന്താണ്, കാലാവസ്ഥ മാറ്റാണ് അല്ലേ. ഒന്നാമത്തത് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം. അങ്ങനെ ഈ പറയുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത് നോക്കിക്കോളൂ, ഡിസ്ട്രക്ഷൻ ഓഫ് ഫുഡ് ചെയിൻ ആണ്. ആഹാര ശൃംഖലയുടെ തകർച്ചയാണ് രണ്ടാമത്തത്. ആഹാര ശൃംഖലയുടെ തകർച്ചയാണ് രണ്ടാമത്തെ പോയിന്റ്. തേർഡ് പോയിന്റ് നോക്ക്, ക്രോപ്പ് ഫെയിലിയർ ആണ്. ക്രോപ്പ് ഫെയിലിയർ അല്ലെങ്കിൽ എന്താണ്, കൃഷി നാശമാണ്. ക്രോപ്പ് ഫെയിലിയർ അല്ലെങ്കിൽ കൃഷി നാശം, കൃഷികൾ എന്ത് ചെയ്യും, നശിക്കും. നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ആണ്. സസ്യ വളർച്ച മുരടിക്കും, സസ്യങ്ങളുടെ വളർച്ച എന്ത് ചെയ്യും, മുരടിക്കും. അതാണ് ഫോർത്ത് പോയിന്റ്. നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, പ്രീമെച്വർ ഏജിങ് ആണ്. ഈ പറയുന്ന അകാല വാർദ്ധക്യാണ് നെക്സ്റ്റ് പോയിന്റ്. അടുത്ത നോക്കാം, ബ്ലൈൻഡ്നെസ് ആണ്. ബ്ലൈൻഡ്നെസ് മീൻസ് അന്ധത അല്ലെങ്കിൽ നിശാതിമിരം എന്നൊക്കെ പറയും കേട്ടോ. അതാണ് ഇത് നെക്സ്റ്റ് പോയിന്റ്. ലാസ്റ്റ് പോയിന്റ് മക്കൾ നോക്കിയോളൂ, സ്കിൻ ക്യാൻസർ ആണ് അല്ലെങ്കിൽ എന്താണ്, തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ. അപ്പൊ ഇത്രയും പ്രോബ്ലംസ് എന്താണ്, ഈ പറയുന്ന നമ്മുടെ അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്, ദോഷങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, മിനിമം 4 പോയിന്റ് എങ്കിലും മക്കൾ പഠിച്ചു വെക്കണം. ഫുള്ളും പഠിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. എക്സാമിന് എന്തായാലും ചോദിക്കുന്നതാണ്. അപ്പൊ മക്കളെ, ഈ ഒരു ചാപ്റ്ററിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തു. അത് കൂടാതെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് അല്ലെ, അന്തരീക്ഷ പാളികളെ കുറിച്ച് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് മാത്രമായിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത് വരും. അപ്പൊ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായി മക്കൾ എന്ത് ചെയ്യണം, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണം. അപ്പൊ നന്നായിട്ട് പഠിക്കണം. എക്സാമിന് എല്ലാ ആൾക്കാരും ഫുൾ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജിതിൻ സാറെയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജിതിൻ സാറെയാണ്. ബൈ മക്കളെ, ബൈ ബൈ.